ഹസ്കേൽ 40-ാം അധ്യായം 5 മുതൽ 12 വരെ തിരുവചനങ്ങൾ. പരക്കുമോ ആലയത്തിന് പുറമെ ചുറ്റുമൊരു മതിലുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ കയ്യിൽ 6 മുഴം നീളമുള്ള ഒരു അളവുകോലുണ്ടായിരുന്നു. അതായത് സാധാരണ നീളം 1 മുഴവും 4 വിരലുമത്രേ. അവൻ മതിലളന്നു. കനം 1 ദണ്ഡ്, ഉയരം 1 ദണ്ഡ്. പിന്നെ അവൻ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിങ്കൽ ചെന്ന് അതിൻ്റെ പടികൾ കയറി ഗോപുരത്തിൻ്റെ ഉമ്മറപ്പടി അളന്നു. അതിൻ്റെ വീതിയും 1 ദണ്ഡ്. ഓരോ ചെറുഗൃഹത്തിനും 1 ദണ്ഡ് നീളവും 1 ദണ്ഡ് വീതിയും ഉണ്ടായിരുന്നു. അവ തമ്മിൽ 5 മുഴം അകലം. ഗോപുരത്തിൻ്റെ ഉമ്മറപ്പടി അകത്ത് ഗോപുരത്തിൻ്റെ പൂമുഖത്തിനടുത്ത് 1 ദണ്ഡായിരുന്നു. അവൻ ഗോപുരത്തിൻ്റെ പൂമുഖം അകത്ത് വശം അളന്നു. 1 ദണ്ഡ്. അവൻ ഗോപുരത്തിൻ്റെ പൂമുഖം അളന്നു. അത് 8 മുഴവും അതിൻ്റെ കട്ടിളക്കാലുകൾ 2 മുഴവുമായിരുന്നു. ഗോപുരത്തിൻ്റെ പൂമുഖം അകത്തേക്കായിരുന്നു. കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൻ്റെ ചെറുഗൃഹങ്ങൾ ഒരു വശത്ത് 3-ഉം മറുവശത്ത് 3-ഉമായിരുന്നു. 3-നും ഒരേ അളവും ഇപ്പുറത്തും അപ്പുറത്തുമുള്ള കട്ടിളക്കാലുകൾക്ക് ഒരേ അളവുമായിരുന്നു. അവൻ ഗോപുര കവാടത്തിൻ്റെ വീതി അളന്നു. 10 മുഴം. ഗോപുരത്തിൻ്റെ നീളം അളന്നു. 13 മുഴം. മുറിയുടെ മുമ്പിൽ ഇപ്പുറത്ത് 1 മുഴമുള്ളൊരു അതിരും അപ്പുറത്ത് 1 മുഴമുള്ളൊരു അതിരുമുണ്ടായിരുന്നു. ഇപ്പുറത്തും അപ്പുറത്തും ഓരോ മുറിയും 6 മുഴമുള്ളതായിരുന്നു. മോർ തോമസ് ലിഹ, ഞെരുക്കത്തിലിരിക്കുന്ന എല്ലാവരും നിന്റെ സഹായത്തെ അന്വേഷിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയും അഭയസ്ഥാനവുമായിരിക്കണമേ. ആമേൻ.